നമസ്കാരം. പണം അഥവാ ധനത്തെ ആകർഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും. പണം അത് സ്വർണവുമായി ബന്ധപ്പെട്ടും ജീവിതത്തിൽ വന്നു ചേരാം. സ്വർണം അതൊരല്പമെങ്കിലും വാങ്ങണം, ഒരു തരി പൊന്നെങ്കിലും വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരും നിരവധിയാണ്. ചില വ്യക്തികൾക്ക് സ്വർണം കൈകളിലേക്ക് വന്നു ചേരുകയും എന്നാൽ അത് പണയം പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ പലപ്പോഴും സ്വർണം എടുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ പലർക്കുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അതായത് സ്വർണം ലഭിക്കുവാനും പണയ സ്വർണങ്ങൾ പോലും തിരികെ എടുക്കുവാനും സഹായകരമായ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യം പൂർണ്ണ വിശ്വാസത്തോടെ മാത്രമേ നിങ്ങൾ ചെയ്യുവാൻ പാടൂ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതല്ല. ഏവരും ഈ കാര്യം പൂർണ്ണമായും ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഇതിനായി ആവശ്യമുള്ളത് 1 രൂപ നാണയമാണ്. ഈ നാണയം കഴുകി തുടച്ചതായിരിക്കണം. സാധിക്കുമെങ്കിൽ അത് പനിനീർ കൊണ്ട് കഴുകുന്നതും ശുഭകരമാണ്. മറ്റൊന്ന് കല്ലുപ്പാണ്. കല്ലുപ്പ് പലരും വീടുകളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നും അല്പം എടുക്കുന്നവരുണ്ട്. എന്നാൽ അത് പാടുള്ളതല്ല. പുതിയത് തന്നെ വാങ്ങേണ്ടത് അനിവാര്യമാണ്. മഞ്ഞളും പുതിയത് തന്നെ വാങ്ങണം. കുങ്കുമം പുതിയത് തന്നെ വാങ്ങുന്നതാണ് ഏറ്റവും ശുഭകരം. ആ കാര്യങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ പുലർത്തണം. കൂടാതെ സ്വർണം അല്ലെങ്കിൽ വെള്ളി കഴുകിയതിന് ശേഷമാണ് എടുക്കേണ്ടത്. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. നെയ്വിളക്ക് ലക്ഷ്മി സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും നെയ്വിളക്കും അനിവാര്യമാകുന്നു. ഏത് ദിവസമാണ് ഈ കാര്യം ചെയ്യേണ്ടത് അതിനും വലിയ പ്രാധാന്യമുണ്ട്. ഈ കാര്യം ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ശുക്രഹോരയിൽ തന്നെ ഇപ്രകാരം ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. സമയം പഞ്ചാംഗം അനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തണം. നെയ്വിളക്കാണ് നിങ്ങൾ ആദ്യം തെളിയിക്കേണ്ടത്. ഒരു ചില്ല് അല്ലെങ്കിൽ മറ്റൊരു പാത്രം കഴുകി ആ പാത്രം ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രം ആകുവാൻ പാടുള്ളതല്ല. ആ പാത്രം നിങ്ങൾ നിരത്തിയതിന് ശേഷം അതിന് മുകളിലായി 1 രൂപ നാണയം നിങ്ങൾ വയ്ക്കുക. അതിന് മുകളിലായി അല്പം സ്വർണം നിങ്ങൾ വയ്ക്കണം. ഇനി സ്വർണം ഇല്ലാത്തവരാണ് എങ്കിൽ അല്പം വെള്ളിയാണ് എങ്കിലും ഒരല്പം വെള്ളിയാണ് എങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. ഇനി അഥവാ ഈ കാര്യങ്ങളില്ല എങ്കിലും കുഴപ്പമില്ല, അത് വയ്ക്കേണ്ടതായിട്ടില്ല. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അല്പം മഞ്ഞൾ വയ്ക്കുക. അതോടൊപ്പം കുങ്കുമം ഒരല്പം ഒന്ന് തൂവണം. പിറ്റേന്ന് ബൗളിൽ ഇരിക്കുന്നതായ സ്വർണം അല്ലെങ്കിൽ വെള്ളി നിങ്ങൾക്ക് എടുക്കാം. വൈകുന്നേരമാണ് എടുക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. എന്നാൽ കഴുകിയതിന് ശേഷം മാത്രമേ ഇവ അണിയുവാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ശുഭകരമായി ഭവിക്കുന്നതല്ല. അല്ലെങ്കിൽ സ്വർണം സൂക്ഷിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് ഈ സ്വർണം വയ്ക്കാവുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതായ സ്വർണം ഒരിക്കലും നഷ്ടമാകില്ല, കൈമോശം വരില്ല എന്നാണ് പറയുക. ആ സ്വർണം കാലാകാലം നിലനിൽക്കുന്നതിന്, നിങ്ങളിൽ തന്നെ നിൽക്കുന്നതിന് സഹായകരമായി തീരും എന്നാണ് പറയുക. എന്നാൽ നാണയം നിങ്ങൾ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് ആ ഇടത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇനി അഥവാ പണം നിങ്ങൾ അപ്രകാരം സൂക്ഷിക്കാത്തവരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ, വളരെ ശുദ്ധിയോടെ സൂക്ഷിക്കുന്നതായ പേഴ്സിൽ നിങ്ങൾക്ക് ഈ നാണയം വയ്ക്കാവുന്നതാണ്. എന്നാൽ ആ പേഴ്സ് ഒരിക്കലും കീറിയത് ആകുവാൻ പാടുള്ളതല്ല. അത് ശുഭകരമായി ഭവിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ പേഴ്സിൽ സൂക്ഷിക്കുന്നവർ ശ്രദ്ധിക്കണം. പേഴ്സിൽ അനാവശ്യമായ വസ്തുക്കൾ, പഴയ ബില്ലുകൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പ്രസാദത്തിൽ നിന്നും ലഭിച്ചതായ പഴയ പൂക്കൾ
ഉണങ്ങിയതായ പൂക്കൾ, ഇലകൾ ഉണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ നാണയം വയ്ക്കേണ്ടത് എന്ന കാര്യം ഓർക്കണം. ഒരിക്കലും ഈ നാണയം ചെലവാക്കുവാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കല്ലുപ്പ് ആരും ചവിട്ടാത്ത ഇടത്ത് നിങ്ങൾക്ക് കളയാവുന്നതാണ്. അല്ലെങ്കിൽ ഒഴുകുന്ന ജലത്തിൽ ഇവ ഒഴുക്കി കളയുകയോ ജലത്തിൽ കലക്കി കളയാവുന്നതുമാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതുമാണ്. നിങ്ങൾ സ്വർണം വാങ്ങുന്നതായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ വെള്ളി വാങ്ങുന്നതായ സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ തന്നെ വാങ്ങിയ ഉടനെ തന്നെ അണിയരുത് എന്നാണ് പറയുക. ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. പനിനീർ തളിച്ചതിന് ശേഷമാണ് സ്വർണം അല്ലെങ്കിൽ വെള്ളി നിങ്ങൾ അണിയേണ്ടത്. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ദൃഷ്ടിദോഷം നിങ്ങളെ ബാധിക്കില്ല. ആ സ്വർണവുമായി ബന്ധപ്പെട്ട് ദൃഷ്ടിദോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നാണ് പറയുക. അതിനാൽ ആ സ്വർണം ഒരിക്കലും നഷ്ടമാകില്ല എന്നും കാലാകാലം ആ സ്വർണം അങ്ങനെ തന്നെ നിലനിൽക്കും എന്നാണ് പറയുക. അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകണം. മൈത്രേയ മുഹൂർത്തം ഏറ്റവും വിശേഷപ്പെട്ടതായ സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും ചെയ്യുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് കടബാധ്യതകളുണ്ട് എങ്കിൽ ആ കടബാധ്യതയിലേക്ക് 1 രൂപ നാണയമാണ് എങ്കിലും നിങ്ങൾ അടയ്ക്കുകയാണ് എങ്കിൽ ആ കടം പെട്ടെന്ന് തീരും എന്നാണ് പറയുക. 1 രൂപ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര രൂപയാണ് എങ്കിലും അടയ്ക്കാം. അടയ്ക്കുന്നതായ ആ പണം കടത്തിലേക്ക് ചെല്ലുന്നതിലൂടെ നിങ്ങളുടെ കടബാധ്യതകൾ ക്രമേണ കുറയുന്നതിന് പെട്ടെന്ന് അടച്ചു വീട്ടുവാൻ ഏറ്റവും ഉത്തമം തന്നെയാക്കുന്നു. മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. മെയ് 2025 മൈത്രേയ മുഹൂർത്തം വരുന്നത് മെയ് 13 ചൊവ്വാഴ്ച വൈകുന്നേരം അഥവാ സന്ധ്യയ്ക്ക് 7:04 മുതൽ രാത്രി 9:23 വരെയുള്ള സമയമാണ്. മെയ് 25 ഞായറാഴ്ച പുലർച്ചെ 3:18 മുതൽ പുലർച്ചെ 4:54 വരെയുള്ള സമയവും മൈത്രേയ മുഹൂർത്തത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ സമയമാകുന്നു. അതിനാൽ ഈ സമയം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിന് സഹായകരമായി തീരും. പൂർണ്ണ വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പാടൂ.